അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ എവിടം വരെയായി? ക്രിസ്മസ് ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ മെയിൻ ആളുടെ ബർത്ത്ഡേ അല്ലേ സെലിബ്രേറ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഇല്ലെങ്കിൽ എന്ത് ക്രിസ്മസ് അല്ലേ. അങ്ങനെ ട്രീ ഒക്കെ വെച്ചു. അപ്പോഴാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ കാര്യം ഓർത്തത്. യൂഷ്വലി എൻ്റെ പുൽക്കൂട് കുറച്ച് വലുതായിരിക്കും കേട്ടോ. കുറച്ച് പാറക്കെട്ടും മലയും ഒരു വെള്ളച്ചാട്ടമൊക്കെ മസ്റ്റാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ കലണ്ടറിൻ്റെ തിരക്ക് കാരണം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ടായിരുന്നേ. അങ്ങനെ ഞാനൊരു കുഞ്ഞി പുൽക്കൂട് തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ചെയ്തെടുത്തേ. ഈ പുൽക്കൂട് ചെയ്യാനുള്ള മെയിൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേറ്റിവിറ്റി സെറ്റാണ്. കുറേ നാളായിട്ടൊരു നല്ല നേറ്റിവിറ്റി സെറ്റ് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ക്രീം ആൻഡ് ഗോൾഡൻ തീമിലുള്ള ഈ സെറ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അത്ര ഡീറ്റെയിലിങ്ങും അത്ര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഓരോ പീസസും കാണാനായിട്ട്. ഈ ഒരു സെറ്റ് ഞാൻ മേടിച്ചത് പീച്ചസ് ബൈ ഹേസൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. ക്രിസ്മസും പുൽക്കൂടൊക്കെ ക്രിസ്മസിൻ്റെ ഒരു ഭാഗമാണെങ്കിലും ഐ തിങ്ക് ദ റിയൽ ക്രിസ്മസ് ഇസ് ഓൾ അബൌട്ട് ഗിവിങ്. അതിപ്പോൾ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആവാം, നമ്മുടെ എഫേർട്ടാവാം, ടൈം ആവാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നല്ല വാക്കുകളായിരിക്കാം. ആ ബത്ലഹേമിലെ സ്റ്റാറിൻ്റെ പ്രകാശം 3 രാജാക്കന്മാർക്ക് വഴി കാണിച്ചതുപോലെ നമ്മളുടെ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ പ്രകാശമായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഓൺ ദാറ്റ് നോട്ട്, മെരി ക്രിസ്മസ്.